അതായത് ബിനോയ് ഷബീർ കൊടുത്തിട്ടുള്ള കേസിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാദഗതികളെല്ലാം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഹർജിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്, നമുക്ക് സാധാരണ നിലയിൽ എതിർകക്ഷികൾ ജയിച്ച സ്ഥാനാർത്ഥിക്കെതിരായി കൊടുക്കുന്ന കേസ് ഏതെങ്കിലും കേവലം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ കഴിയുന്നതല്ല. ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ തെളിവുകളും ഉപോത്ബലകമായിട്ടുള്ള സപ്പോർട്ടിംഗ് എവിഡൻസുകൾ അടക്കം കൊടുക്കുകയും അത് കോടതി വളരെ വിശദമായി പരിശോധിക്കുകയും എതിർകക്ഷിക്ക് അതിന് കോപ്പി അയച്ചു കൊടുത്ത ശേഷം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ട ശേഷമാണ് ആദ്യഘട്ടത്തിൽ കോടതി ഈ കേസ് ഫയൽ സ്വീകരിക്കുക എന്ന് പറയുന്ന കടമ്പയ്ക്ക് ശേഷം സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ള തടസ്സവാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞുകൊണ്ട് വിചാരണ നേരിടണമെന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതിയുടെ വിധി വളരെ പ്രതീക്ഷ നൽകുന്നതും സ്വാഗതാർഹവുമാണ്. 2024 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, BJP സ്ഥാനാർത്ഥികൾ നിരന്തരമായി തെരഞ്ഞെടുപ്പ് അഴിമതികളിലൂടെ അട്ടിമറിക്കുന്നു എന്നതിൻ്റെ നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ടും മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടും തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാൻ വേണ്ടി BJP നടത്തിയിട്ടുള്ള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മാനിപ്പുലേറ്റഡ് വിക്ടറിയാണ് തൃശ്ശൂരിലെ 2024 ലോക്സഭാ ഇലക്ഷൻ്റെ വിജയം എന്നുള്ളത് ഞങ്ങൾ അന്ന് തന്നെ ആരോപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടുത്തെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നഗ്നമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങളെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെയും തെരഞ്ഞെടുപ്പിൻ്റെ അന്തസത്തതയെയും ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഹിന്ദു മുസ്ലിം വിഭജനമുണ്ടാക്കുന്ന തരത്തിൽ, വർഗീയ വിഭജനമുണ്ടാക്കുന്ന തരത്തിൽ മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുക എന്ന് പറയുന്ന പരസ്യമായ കാര്യമാണ് ഇപ്പോൾ ഗുരുവായൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് ശ്രമം നടക്കുമ്പോൾ തന്നെ പണം കൊടുത്തുകൊണ്ടും പാരിതോഷികങ്ങൾ കൊടുത്തുകൊണ്ടും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ, നിരവധി പ്രവർത്തനങ്ങൾ അന്ന് തന്നെ BJPയുടെ തന്നെ അവരുടെ സൈറ്റുകളിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ശിവരാമപുരം കോളനിയിൽ അവർ പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകൾ ഞങ്ങൾ കോടതിക്ക് മുൻപാകെ അതിൻ്റെ CD-യും മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി ഇത് സത്യസന്ധമായി പരിശോധിച്ച് കഴിഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിൽ BJP നടത്തിയിട്ടുള്ള മാനിപ്പുലേഷൻ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയും അതിൻ്റെ സത്യസന്ധതയും അതിൻ്റെ നിഷ്പക്ഷതയെയും ചോദ്യം ചെയ്യുന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് രീതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ 2024 ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഹർജി. ഹൈക്കോടതിയുടെ ഈ ഒരു വിധിയെ ഞങ്ങൾ സ്വാധീനം ബിനോയാണ് അവിടെ കേസ് ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തിരുന്നത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാൻ സീനിയർ വക്കീൽ എന്ന നിലയിൽ അദ്ദേഹമാണ് ആ കോടതിയിൽ കേസ് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.